റസിയ, ഇവളെവിടെ? റസിയ, നീ സത്യം പറയണം. എന്താ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ഞാനെന്താ എപ്പോഴും നുണ പറയണ പോലെയാണല്ലോ. എന്താ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത്. റൂബിന്റെ സ്വർണം നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്ക്. ആ കുട്ടിന്റെ ജീവിതം വെച്ച് നീ കളിക്കണ്ട. എന്താ ഉമ്മ നിങ്ങൾ പറയണത്? ഇപ്പൊ എന്നെ കള്ളി ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാലോ. ഞാൻ നിങ്ങളുടെ സ്വന്തം മകളൊന്നും അല്ലല്ലോ. എന്നെ എടുത്ത് വളർത്തിയതല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാലോ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്നെ വേണം പറയാൻ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങെടുത്താ? ഞാനൊന്നും എടുത്തിട്ടില്ലമ്മ. അവളെ കല്യാണത്തിന് എല്ലാ സ്വർണം ഇട്ടിട്ട് തന്നെയല്ലേ പോയത്. പിന്നെന്താണ്? ഇട്ടിട്ട് പോയതൊക്കെ മുക്ക് കൊണ്ടുപോണേ. അതുകൊണ്ടാണ് ചോദിച്ചത്. മുക്ക് കൊണ്ടുപോവാ? അന്ന് എന്റെ ഭർത്താവ് വരുമ്പോഴേ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിച്ചപ്പോ ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. അതിലെന്തായിരുന്നു? ഉമ്മ എന്താ പറയണത്? ആ പെട്ടിയിൽ അതിന്റെ ഡ്രസ്സായിരുന്നു കല്യാണത്തിന് ഇടാൻ കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ ആരാണ്? എന്റെ റബ്ബേ, 25 പവനാണ്. ഒരിക്കൽ 25 പവൻ കൊടുക്കാൻ തന്നെ മുജീബ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കൊടുത്ത സ്വർണ്ണമൊക്കെ മുക്ക് കൊണ്ടുപോകണമെന്ന് അവന്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പറയുക? ഇനി 25 പവൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കാനാണ്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. എൻ്റെ അല്ലോ, ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചാ മുക്ക് കൊണ്ടുപോകണമെന്നുള്ളത്? ഇക്കാനെ കൊണ്ട് പറയട്ടെ പോയിട്ട്. നോക്കീന്ന് ഉമ്മ എന്നെ കൊണ്ട് ഇപ്പൊ വന്ന് ചോദിച്ചു ഞാൻ സ്വർണ്ണം എടുത്തിട്ടുണ്ടോന്ന്. ഉമ്മക്ക് എന്തോ എന്റെ മേലെ ഡൗട്ട് ഉണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞ്? അപ്പൊ കണ്ടുപിടിച്ചൂലേ റൂബിന്റെ വീട്ടുകാരി മുക്ക് കൊണ്ടാണെന്നുള്ളത്? ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. 2 ദിവസമായി എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്തില്ല. ചിലപ്പോൾ ഈ കാര്യം പറയാനും നമ്മ ബാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 25 പവൻ, ആ കാര്യം സംസാരിക്കാനുമായിരിക്കും. ഞാൻ എടുത്തില്ല. നമ്മുടെ പ്ലാനുകൾ തന്നെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് 25 പവൻ? എന്തായാലും ഉമ്മാക്ക് ഇത്തിരി നമ്മുടെ മേലെ ഡൗട്ട് ഉണ്ട്. നിങ്ങളന്ന് കല്യാണത്തിന് വരുമ്പോ കൊണ്ടുവന്നില്ലേ പെട്ടി? ആ പെട്ടിയിൽ എന്തായിരുന്നു കൂടി ചോദിച്ചു എന്നെ കൊണ്ട്. അതും ചോദിച്ചാ? എന്നിട്ട് നീ എന്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഈ സ്വർണം വെക്കുന്നത് പന്തിയല്ല. ഇവിടെ നിന്ന് മാറ്റണം. നോക്കീന്ന് നമുക്ക് ഈ സ്വർണം കൊണ്ട് പോയാലോ? എന്നാ പിന്നെ നമ്മുടെ വീട്ടിക്ക്. എന്ത് വിവരക്കടാ നീ പറയണത്? നമുക്ക് ഈ 25 പവൻ മാത്രം കിട്ടിയാൽ മതിയാ? ഈ സ്വത്തുക്കളൊക്കെ കിട്ടണ്ടേ? നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ബാക്കി പ്ലാനുകളൊന്നും നടക്കില്ല. ആ കുട്ടി ഈ വീട്ടിൽ ജനിക്കാൻ പാടില്ല. നമുക്ക് ഇന്ന് തന്നെ അതിനുള്ള വഴി കണ്ടുപിടിക്കണം. ഞാനും എത്രയെന്ന് വെച്ചിട്ടാ ഈ വീട്ടിലിരിക്കുക? അതിനൊരു പരിധിയില്ല എനിക്ക് ഇവിടെ ഇരിക്കാന്. നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്യണം. നമുക്ക് പുറത്തു പോയിട്ടേ വല്ല വിഷവും വാങ്ങിയിട്ട് വരാം. നീ വേഗം റെഡിയാവും. ശരി, ഇനി വെച്ച് താമസിക്കണ്ട. എന്താ നീ പറയണത്? ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിട്ട് എന്താ ആരും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല? താത്ത പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് പറയണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞില്ല. ഇതെന്താ ചെറിയ കാര്യമാണ് എന്റെ അടുത്ത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്? എന്നാലും നിന്നെ കെട്ടിച്ചു വിടുമ്പോ മുക്ക് കൊണ്ടം കൊടുത്തിട്ടാണെന്ന് ആൾക്കാർ പറയില്ലേ? എങ്ങനെ നീ പിടിച്ചു നിന്ന് ഇത്രയും ദിവസം അവിടെ? അതൊന്നും പറയണ്ടമ്മ, അതൊക്കെ വലിയ കഥയാണ്. എന്താ റൂബി, എങ്ങനെയൊക്കെ നീ ചെയ്യാൻ പാടുവോ?
നിനക്ക് ഇത്തിരി മനസാക്ഷിയൊക്കെ വേണ്ടേ? നീ ജീവിക്കാൻ പോയ വീടല്ലത്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ഉമ്മയല്ലേ ഇങ്ങനെ ചുടുകാപ്പിയൊക്കെ മുഖത്ത് ഒഴിക്കുകയാണ്. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാ ക്ഷമിക്കാമ്മ? ഞാൻ കുറെയൊക്കെ ക്ഷമിച്ചു. പിന്നെയും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരില്ലേ? ഞാൻ എത്രയെന്ന് വെച്ചിട്ട് കേട്ടുകൊണ്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ ഇതൊന്നും ഉണ്ടാവില്ലേ? നീ അവൻ്റെ മുഖത്ത് കാപ്പി ഒഴിച്ച കാര്യം ജീവിതകാലം മുഴുവൻ മറക്കുമോ? താത്ത ഇങ്ങോട്ടെപ്പോഴാ വന്ന്? താത്ത വന്നിട്ട് പോയിട്ടൊക്കെ ഒരാഴ്ച കഴിഞ്ഞു. അമ്മ, ഞാൻ താത്താനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാ പിന്നെ താത്താനെ പോയി ഒന്ന് കാണും. റൂബിയാ, വാ മോളെ. ഷഹാന, എന്താ നിന്റെ അനിയത്തി വന്നിരിക്കണു? റൂബിയാ, വാ. നീ വന്നാ? ഞാനിപ്പോ വിചാരിച്ചുള്ളൂ മനസ്സിൽ നിന്നെ ഒന്ന് കാണണമെന്ന്. വായിരിക്കി. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? മുക്കുവണ്ടം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിന്നെ അവരെന്തെങ്കിലും പറഞ്ഞാ? നിന്നെ അവര് പറഞ്ഞു വിട്ടതാണ്? പറഞ്ഞു വിട്ടതൊന്നുമല്ല, ഞാൻ തന്നെ വന്നതാണ്. എന്നാലും കുറെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാനും കണക്കിന് കൊടുത്തു. അല്ലെങ്കിൽ നീ എത്ര സഹിച്ചു നിൽക്കും അവിടെ? താത്താന്റെ നാത്തൂൻ റസിയത്താതെ പോയാ? അത് ഇവിടെ തന്നെ ഉണ്ടാ? നാത്തൂനും ഭർത്താവും കൂടിയിട്ടേ എന്തോ ഷോപ്പിങ്ങിന് പോയിരിക്കുന്നു. ഓ, നാത്തൂന്റെ ഭർത്താവും ഇവിടെ തന്നെ ഉണ്ടാ? അംഗങ്ങളൊക്കെ കൂടിയല്ലോ. ശത്രുക്കളുടെ എണ്ണവും സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ? ഇവിടെ ഉമ്മയും അളിയനൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാന്. നിന്റെ കല്യാണത്തിന് വന്നതാണ് നാത്തൂന്റെ ഭർത്താവ്, പിന്നെ പോയിട്ടില്ല. എങ്ങനെ പോവും? വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ടാവില്ല. മിണ്ടാതിരിക്കും റൂബി. ഒരിക്കൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടേ എപ്പോഴും നമ്മൾ അയാളെ സംശയിക്കാൻ പറ്റുമോ? താത്താക്ക് എന്തെങ്കിലും അറിയോ? ആ സ്വർണ്ണം അവിടെ പോയിന്ന് ഞാൻ ഇട്ടിട്ട് പോയത് മുക്കുകൊണ്ടുമായിരുന്നില്ലേ? അപ്പൊ ആ സ്വർണ്ണം അവിടെ പോയി വല്ലതും അറിയോ? അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. ഉമ്മ പറഞ്ഞതേ നിന്റെ കല്യാണത്തിന് നാത്തൂന്റെ ഭർത്താവ് വരുമ്പോഴേ അയാളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു അത്ര. അപ്പൊ ഞാനും ഉമ്മയും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതാണ്. അപ്പൊ ഞാനും ഉമ്മയും വിചാരിച്ചത് അയാളുടെ കളിയായിരിക്കും എന്നാണ്. എന്നിട്ട് ഉമ്മ പോയി ചോദിക്കുകയും ചെയ്തു. ഞാൻ പോയി ചോദിച്ചു റസിയാന്റെ അടുത്ത്. അപ്പൊ അവള് പറയണത് അവളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ എന്നിട്ട് അവളുടെ റൂമൊക്കെ പോയി തിരയുകയും ചെയ്തു. ഒന്നും കണ്ടില്ല. അവൾ പിന്നെ ഒരേ സങ്കടം പറിച്ചിൽ. അവളുടെ അടുത്ത് വളർത്തിയതല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സംശയിക്കണെന്നൊക്കെ. പിന്നെ ഞാൻ എന്താ പറയുക അവളുടെ അടുത്ത്? ഓ, അപ്പൊ അവരും എല്ലാന്നാണ് പറയണത് അല്ലേ? റൂബി, ഈ കാരണം കൊണ്ട് നിന്നെ അവരെന്തെങ്കിലുമൊക്കെ പറയണ്ടാവൂലേ? പറയുമല്ലോ, സ്വാഭാവികമല്ലേ. സ്വർണത്തിന് പകരം നമ്മൾ മുക്കുവണ്ടം കൊടുത്ത് അതിന് ആർക്കായാലും ദേഷ്യം വരില്ലേ? അപ്പൊ അവര് കണ്ടിക്കണ്ടൊക്കെ പറയുകയും ചെയ്യും. ഷഹാന, നിന്റെ കയ്യിൽ എത്ര സ്വർണ്ണം ഉണ്ട് ഇപ്പോ? എന്റെ അടുത്ത് ഒരു 7-8 പവനുണ്ടാവുമ്മ. നീ ഇന്ന് ആ സ്വർണ്ണേ റൂബിക്ക് കൊടുക്ക്. അവളുടെ കല്യാണം കണ്ടിപ്പോൾ ആകെ 1 മാസം തന്നെ ആയുള്ളൂ. അപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാവും. അത് അവൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുകയും ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ സ്വർണ്ണം ഇല്ലാണ്ട് അങ്ങോട്ട് ഇനി പോകാനും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ മുക്കുവണ്ടം കൊടുത്തതെന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരികയും ചെയ്യും. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ആ സ്വർണ്ണം ഇപ്പോൾ അവൾക്ക് കൊടുക്ക് തൽക്കാലം. ബാക്കി മെല്ലെ മെല്ലെ തരാനേ മുജീബി വന്നിട്ട് അവളെ കൂടെ ഫോൺ വിളിച്ച് പറയാം. ആ അമ്മ, ഞാൻ കൊടുക്കാം. താത്ത, ആ സ്വർണ്ണം ഇപ്പോൾ താത്താൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും പോകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എന്തായാലും വന്നില്ലേ, സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്തിനാണ് അവിടെ പോയിട്ട്? അവിടെ പോയാലും അവർക്ക് പണി ചെയ്ത് കൊടുക്കാൻ തന്നെയല്ലേ. ആ പണി ഇവിടെ താത്താക്ക് ചെയ്തു തന്നാലേ താത്താക്കെങ്കിലും ഒരു ഉപകാരമാവും. എപ്പോഴാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് ഈ മാസം 26-ാം തീയതി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ പ്രസവം കൂടി കഴിയട്ടെ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. റൂബി, നീ ഇരിക്കി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇതേതാണ് ഒരു പുതിയ ചെരുപ്പ്? ആരോ വന്നിട്ടുണ്ട് തോന്നുന്നു. നമ്മുടെ ഈ പ്ലാനും പൊളിയോ? അതിവിടെ ആരെങ്കിലും അടുത്ത വീട്ടുകാരായിരിക്കും. വരുന്നുണ്ടല്ലോ രണ്ടുപേരും.
വരട്ടെ. അല്ലോ ആ പെണ്ണ് വന്നിരിക്കണൂന്ന്. ഏത് പെണ്ണ്? ആ റൂബി. റൂബിയ?